അന്ന് എടുക്കണമെന്ന് തീരുമാനിച്ചപ്പോഴും അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടപ്പോഴും അതിൻ്റെ ഒരു ഓഫീസ് നമുക്ക് ഇവിടെ തന്നെ ചടയമംഗലത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും ആ ഓഫീസിൻ്റെ ഒരു കേന്ദ്രം നമ്മൾ ഇവിടെ ആക്കി മാറ്റുകയും ചെയ്തതാണ്. അവിടെ അവർക്ക് ഒരുപാട് നല്ല സൗകര്യമൊന്നുമില്ല. അവിടെ വലിയ സൗകര്യമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് പഞ്ചായത്തിലേക്ക് മാറ്റി എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞു. അപ്പോൾ അവരുടെ ഒരു പ്രശ്നമല്ല. അന്ന് നമുക്ക് ഉറപ്പ് പറഞ്ഞ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നമ്മുടെ മുമ്പിൽ അന്ന് നമ്മളെടുത്ത് പറഞ്ഞത് നമ്മുടെ പഴയ വീടുകൾ, പഴയ കാല വീടുകൾ ഇപ്പോഴത്തെ വീടുകളിൽ രണ്ടിനും ഒരേ നിരക്കെന്നുള്ളതാണ് ഞാനിപ്പോഴും ഓർക്കുന്നത്. ഞാനും കൂടെ പറഞ്ഞത് അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അവരുടെ തന്നെ ഉദ്യോഗസ്ഥർ ജില്ലയിൽ നിന്ന് വന്നവരാണ് നമ്മുടെ അടുത്ത് ആ ഒരു കാര്യം ചോദിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെ നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞു. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്ത് ബസ്സിൽ നിലവിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ പഞ്ചായത്ത് ബസ്സിൽ ഉൾപ്പെടെയുള്ള അവരുടെ വീട് പൂർണ്ണമായിട്ടും പോകുന്നൊരവസ്ഥയാണ്. ഭയങ്കര സങ്കടമായിരുന്നു. ഞാനിപ്പോഴും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ബസ്സിൻ്റെ ജനപ്രതിനിധികളല്ലേ, നമുക്ക് വികസനത്തിന് വേണ്ടി സ്ഥലമൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിലും അവർക്ക് ഉൾപ്പെടെ വലിയ സങ്കടം. പക്ഷെ അങ്ങനെ ഇപ്പോൾ എടുക്കുമ്പോൾ ഏതാണ്ട് അതിൻ്റെ അതിർത്തിയൊക്കെ അവർ നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്ഥലമെടുപ്പ് പരിപാടികളിലേക്ക് കടക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ കടക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു ഓർഡർ പ്രത്യേകിച്ച് ഇവിടെ ഇറക്കിയത്. ആ ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ ഇപ്പോൾ എന്നെ അടുത്ത് വന്ന ആൾക്കാരോടെല്ലാം ഞാനത് സൂചിപ്പിച്ചു. ഓർഡർ ഇറങ്ങിയത് ഈ അടുത്ത സമയത്താണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഓർഡറിൻ്റെ ബേസിൽ നമ്മുടെ NH 66 NH 66 മാത്രമാണ് അവർ പഴയ ഓർഡർ നിലനിർത്തിക്കൊണ്ട് പുതുതായിട്ട് എടുക്കുന്ന എല്ലാ റോഡുകൾക്കും എനിക്ക് തോന്നുന്നു ഈ പഴയകാല വീടുകൾ ഉൾപ്പെടെ സ്ഥലനിർണ്ണയം ഉൾപ്പെടെ നടത്തുമ്പോൾ പഴയകാല വീട് ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുൾപ്പെടെ അതിൻ്റെ വില നിശ്ചയിക്കണം. അതും കൂടെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വില നിശ്ചയിക്കണമെന്നാണ് അവർ തീരുമാനിച്ചത്. അതിൽ ഈ പൊതുമരാമത്ത് സെക്രട്ടറിയുടെ 8/4/2024 ഒരു ഉത്തരവാണ് നമുക്ക് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഏറ്റെടുക്കുന്ന ഭൂമിയിലാണ് ഇതുവരെയും നഷ്ടപരിഹാരത്തിൻ്റെ നടപടികൾ ആരംഭിക്കാത്ത ഒരു റോഡാണ് നമ്മുടെ ഗ്രീൻ ഹൈവേ റോഡ്. അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കണം. ഇവരൊരു തെറ്റായ ഒരു തീരുമാനം ചെയ്യുന്നത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് NH 66 നമ്മുടെ അതേ കാലയളവിലാണ് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങി 3A വന്ന അതേ സമയത്ത് 3 സ്മോൾ എയും 3 ക്യാപിറ്റൽ എയും 3D വന്നത് ഒരേ കാലയളവിലാണ്. പക്ഷെ നമുക്കില്ലാത്ത ഒരു കാര്യം അവർക്കിത് കാലപ്പഴക്കം പരിഗണിക്കുന്നില്ല. അത് ജിയോയ്ക്കകത്ത് സ്പെസിഫിക് അവർ യൂണീക്കാണെന്നാണ് ഈ ആ ജിയോയ്ക്കകത്ത് NH 66 NH 966. അപ്പം അതൊരു വിവേചനമാണ് ചെയ്യുന്നത്. അത് ഈ ഗ്രീൻ ഹൈവേ അറിയപ്പെടുന്നില്ല. ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് പറ്റുന്നത്. ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന് പറഞ്ഞാൽ പുതിയ ഹൈവേ എന്നുള്ളേ ഉള്ളൂ. പുതിയ സ്ഥലത്തൂടെ ഇപ്പൊ ഇല്ലാത്ത മറ്റേ ബ്രൗൺഫീൽഡ് പുതിയ പാത അവിടെ തന്നെ മാഡത്തിനോട് ഒരു ശ്രദ്ധയപ്പെടുത്തിയത്, ഞങ്ങളുടെ വസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞ വർഷം മാർച്ച് 20 മാർച്ച് 31. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ മാസവും പാലക്കാട് എടുത്തിരിക്കുകയാണ്. അവിടെ 22 3 എടുത്തിരിക്കുക. ഞങ്ങളുടെ വസ്തു ഏറ്റെടുത്ത് 1.5 വർഷം കഴിഞ്ഞു. പക്ഷെ അന്നൊന്നും അവർക്ക് കാലപ്പഴക്കം പരിഗണിക്കുന്നില്ല. അതോടൊപ്പം NH 66 കൊല്ലത്ത് ഇതേ ജില്ലയിൽ കിളികല്ലൂർ ഞങ്ങളുടെ വസ്തു ഏറ്റെടുത്ത് 1 വർഷം കഴിയുമ്പോൾ ഏപ്രിൽ 12 പിന്നെ വസ്തു ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെയും കാലപ്പഴക്കം പരിഗണിക്കുന്നു. അപ്പൊ കാലപ്പഴക്കം നോക്കുന്നേ പഴയതും പുതിയതും ഒരുപോലെ കാണും. അത് NH 6 അല്ല 916 ഉണ്ട് ഞങ്ങളുടെ കൂടെ. അതോടൊപ്പം ഞാനൊരു കാര്യം, PWDയുടെ ഒരു തീരുമാനം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആണ്. മുഖ്യമന്ത്രി തീരുമാനം എടുത്തിരിക്കുന്നത് ഇത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുക. അതായത് ഭാവിയിലുള്ള പദ്ധതികൾക്ക് കാലപ്പഴക്കത്തിനനുസൃതമായി വിലയിൽ കുറവ് വരുത്തും. മിനിറ്റ്സാണ് സാലറി കുറവ് ചെയ്യുന്നത് സംബന്ധിച്ച ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശം അംഗീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇത് 23/1/2004. മാഡത്തിന് അറിയാവുന്ന നമ്മുടെ മീറ്റിംഗ് 10/3/2023 31/3 ഞങ്ങളുടെ വസ്തു ഏറ്റെടുത്തിരിക്കുക. അപ്പൊ ഭാവിയിലുള്ള പദ്ധതി അല്ലത്. നേരത്തെ എടുത്താണ് അത്. അതിനകത്ത് മിനിറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വേണ്ട മേഡം, ഭാവി ചമയങ്ങളുടെ വില നിർണ്ണയ സമയത്ത് സ്ട്രക്ചറൽ വാല്യൂഷൻ കാലപ്പഴക്കത്തിനനുസൃതമായി വിലയും